ജനകീയ പ്രതിഷേധങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലുമുണ്ടായത്. ജനത്തിനെതിരെ എന്ന് തോന്നിച്ച പദ്ധതികളും നടപടികളും റദ്ദാക്കി തന്റേത് ഒരു തിരുത്തൽ സർക്കാരാകുമെന്ന സന്ദേശം കൂടിയാണ് വി ഡി സതീശൻ നൽകുന്നത്. കേരയിൽ പദ്ധതി പാരിസ്ഥിതികമായി കേരളത്തിന് ദോഷം ചെയ്യുമെന്ന പൊതുവിലയിരുത്തൽ വന്നെങ്കിലും അത് അവഗണിക്കാനാണ് മുൻ പിണറായി സർക്കാർ ശ്രമിച്ചത്. ജനരോഷം മാനിക്കാതെ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറി അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു. പ്രതിഷേധത്തിനിറങ്ങിയ സാധാരണ മനുഷ്യർക്ക് പോലീസ് മർദ്ദനം നേരിടേണ്ടി വന്നു. കേന്ദ്ര അനുമതി കിട്ടാത്തതുകൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചെങ്കിലും ഇതിനായി തുടങ്ങിയ ഓഫീസുകൾ അടച്ചുപൂട്ടിയില്ല. ഭൂമി ഏറ്റെടുക്കലും റദ്ദാക്കിയില്ല. കേരയിൽ നടപ്പാക്കാനാകാത്തത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമെന്നായിരുന്നു അപ്പോഴും പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട്. അവിടെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ ഇടപെടൽ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാർ എന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് കൂടിയായി രണ്ടാം മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ. നവകേരള സദസ്സിനിടെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രമങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച തീരുമാനവും വലിയ കയ്യടി നേടിയിരുന്നു. മുൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുന്ന സർക്കാരാകും തന്റേതെന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇവിടെ വി ഡി സതീശൻ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.